തിരിച്ചെത്താം. ഇനി നമുക്ക് തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലേക്കൊന്ന് പോകണം. അവിടെ വൃശ്ചികോത്സവത്തിന് തുടക്കമായിരിക്കുകയാണ്. ഹൈക്കോടതി ഉത്തരവ് പ്രകാരമുള്ള അകലം പാലിച്ച് 15 ആനകളെ എഴുന്നള്ളിച്ചാണ് ക്ഷേത്രത്തിൽ വൃശ്ചികോത്സവത്തിന് കൊടിയേറിയത്. ഉത്സവത്തിന്റെ ഭാഗമായുള്ള ശീവേലിക്ക് ക്ഷേത്ര മതിലിനകത്ത് ആനപ്പന്തലിലും മുന്നിലുമായി ആനകളെ നിരയാക്കി നിർത്തിയായിരുന്നു ശീവേലി. ഹൈക്കോടതി മാർഗനിർദ്ദേശം പാലിച്ചുകൊണ്ട് ആദ്യമായി ഉത്സവം നടത്തുന്ന ക്ഷേത്രമായി മാറുകയാണ് തൃപ്പൂണിത്തുറ ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രം. ഇപ്പോൾ ക്ഷേത്രനടയിൽ ആന എഴുന്നള്ളിപ്പ് നടക്കുകയാണ്. 15 ആനകൾ എന്നത് ക്ഷേത്ര ആചാരമാണ്. വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി ഈ ആചാരം പാലിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ക്ഷേത്രമാണ് തൃപ്പൂണിത്തുറ ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രം. എന്നാൽ ഹൈക്കോടതി വിധി വന്നതിന്റെ ഭാഗമായി 15 ആനകളെയും 3 മീറ്റർ അകലത്തിൽ നിർത്തിക്കൊണ്ടാണ് ഇവിടെ ആന എഴുന്നള്ളിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ ആനക്കൊട്ടിലിന് ഏകദേശം 26 മീറ്റർ നീളമാണ് ഉണ്ടായിരുന്നത്. ഇതിനു മുൻപ്, ഹൈക്കോടതി വിധിക്ക് മുൻപ്, ഈ 15 ആനകളെയും നിരത്തി നിർത്തിക്കൊണ്ട് മുന്നിൽ വാദ്യമേളത്തെയും നിർത്തിയായിരുന്നു ഇവിടെ എഴുന്നള്ളിപ്പ് നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ മാർഗനിർദ്ദേശം പാലിച്ചുകൊണ്ട് ആനകളെ ഈ ആനക്കൊട്ടിലിന് പല വശങ്ങളിലായി നിർത്തിക്കൊണ്ട്, അതായത് നിരത്തി നിർത്താതെ 2 വശങ്ങളിലായും മുന്നിലുമായും നിർത്തിക്കൊണ്ടാണ് ഇത്തവണ എഴുന്നള്ളിപ്പ് നടക്കുന്നത്. ശരി, ഏതായാലും ഹൈക്കോടതി ഉത്തരവ് പാലിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ ശീവേലി നടന്നത്. അഞ്ജലിയാണ് വിവരങ്ങൾ നൽകിയത്.